ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായമാണ് ഇനി നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. 13-ാമത്തെ അധ്യായം. എബ്രായർ 13-ാം അധ്യായം നമുക്ക് നോക്കാം. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. വിശ്വാസത്തിന്റെ അനേക കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അല്ലെ ജീവിതത്തിലൂടെ ഷോ ചെയ്യപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ധാർമ്മികമായ ഉപദേശങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇതുവരെയും എബ്രായ ലേഖനകാരൻ വളരെ ഉപദേശപരമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾ തന്റെ ഹൃദയത്തിലുണ്ട്, അതെല്ലാം പറയുവാനായി ധൃതിപ്പെടുന്നതായി ഈ 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. ഉദാഹരണമായി നമ്മളിപ്പോൾ വായിച്ച പോലെ അതിഥി സൽക്കാരം, സഹോദര സ്നേഹം, വിവാഹം, ചർച്ച് ഓഫീസേഴ്സ്, ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ 13-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ഉപദേശവും ജീവിതവും ഒന്നിച്ചു പോകുവാനാണ് വേദോസ്തവം നമ്മെ പഠിപ്പിക്കുന്നത്. ഡോക്ട്രൈൻസ്, ഉപദേശങ്ങളും പ്രാക്ടിക്കൽ ലൈഫിലെ അനുഭവങ്ങളും രണ്ടായിട്ട് വേദോസ്തവം ഒരിക്കലും കാണിക്കുന്നില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് ഡോക്ട്രൈൻ ആൻഡ് ഡ്യൂട്ടി, റെവലേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഉപദേശം പ്രാപിച്ച നാം ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തുകയാണ്. വെളിപ്പാട് പ്രാപിച്ച നാം നമ്മുടെ ഉത്തരവാദിത്വത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് രണ്ടും കൂടെ ഒന്നായിട്ടാണ് പോകുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലെ വിഷയം മുമ്പേ ഓർപ്പിച്ചതുപോലെ ലിവിംഗ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നതാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നമ്മൾ പഠിച്ചല്ലോ, ചെറിയ ആളുകളെ കുറിച്ചൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആദ്യം മുതൽ നമ്മൾ ഒത്തിരി പേരെ കുറിച്ചൊക്കെ പഠിക്കുവാൻ റെഡിയായി തീർന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻകറേജ്മെന്റ്സ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന് ധൈര്യം നൽകുന്ന ഡിവൈൻ എൻകറേജ്മെന്റ്സ്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എവിഡൻസസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസമുണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ എവിഡൻസ്, അടയാളങ്ങളാണ് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഒരു ദൈവവേദൽ കാഴ്ചയാൽ വിശ്വാസത്താലാണ് നടക്കുന്നത്, കാഴ്ചയാലല്ല എന്നുള്ളത് അവന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നതാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതായ വിഷയങ്ങൾ. അവിടെ പല കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ എവിഡൻസായി വിശ്വാസത്തിലൂടെ നടക്കുന്നവരുടെ ജീവിതത്തിന്റെ പല എവിഡൻസുകൾ ഇവിടെ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ വായിച്ച 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കുവാനായിട്ട് സാധിക്കും. അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ആത്മീയ കൂട്ടായ്മയിൽ സന്തോഷിക്കുന്നവരായിരിക്കുകയാണ്. എൻജോയിങ് സ്പിരിച്വൽ ഫെലോഷിപ്പ്, അതാണ് അവിടുത്തെ വിഷയം. ആത്മീയ കൂട്ടായ്മയിൽ സന്തോഷം അനുഭവിക്കുവാൻ ഒരു ദൈവവേദൽ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. അതിന്റെ ബേസിസ്, അതിന്റെ അടിസ്ഥാനം ഇവിടെ പറയുന്നത്, 1-ാം വാക്യം തന്നെ പറയുന്നത് എന്താണ്? സഹോദര പ്രീതി, ബ്രദർലി ലവ്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, ബ്രദർലി ലവ്, അതാണ് അതിന്റെ ആത്മീയ കൂട്ടായ്മയുടെ പ്രത്യേകത. ബ്രദർലി ലവിനെ കുറിച്ച്
ഇവിടെ പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് നിലനിൽക്കട്ടെ, അത് കുറഞ്ഞു പോകാൻ പാടില്ല, അത് വർദ്ധിച്ചു വരികണം എന്നാണ്. ഈ ലേഖനം എഴുതിയ സമയത്ത് എബ്രായ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അതിൽ 1-ാം നൂറ്റാണ്ടിലെ യേശുവിന്റെ മാർഗം പിൻപറ്റുന്നവര് പെർസിക്യൂഷനിലൂടെ പോകുന്നവരായിരുന്നു, ഉപദ്രവങ്ങളിലൂടെ പോകുന്നവരായിരുന്നു. യേശുവിന്റെ പാത പിൻപറ്റിയതിന്റെ ഫലമായി വീടുകളിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരായിരുന്നു. സ്വന്തം വീടില്ലാതെ അല്ലെങ്കിൽ സ്നേഹിതരൊക്കെ കൈവിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ മുറിഞ്ഞു പോയതായ അവസ്ഥയിലായിരിക്കുന്ന ഒരു ദൈവപൈതലിന് അന്ന് ആത്മീയ കൂട്ടായ്മ വളരെ അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആത്മീയ കൂട്ടായ്മയുടെ ആധാരമായിരിക്കുന്നത് നമ്മുടെ ആത്മീയ കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്ന, അല്ലെ അതിന്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ളതായ അനുഭവം എന്ന് പറയുന്നത്, ആഴമായ അനുഭവം എന്ന് പറയുന്നത് നിറമല്ല, ജാതിയല്ല, കുടുംബമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമല്ല, യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ ബന്ധമാണ് ഏറ്റവും വലിയതായ ബന്ധം എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ആത്മീയ കൂട്ടായ്മയിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, അവന്റെ രക്തം കൊണ്ട് നമ്മെ വിലക്ക് വാങ്ങിയതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി മറ്റെന്തെങ്കിലും ബന്ധത്തിലാണെങ്കിൽ അതൊന്നും നിലനിൽക്കുന്ന ആത്മീയ കൂട്ടായ്മയാകുകയില്ല. എന്ന് പറഞ്ഞാൽ എന്റെ ഇന്നാരും വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഞാനും ഒന്ന് വിശ്വാസത്തിൽ പോവുക, ഞാനും ഒന്ന് സ്നാനപ്പെടുക, ഞാനും ഒന്ന് വേർപെടാൻ പോവുക, അത് അധികം നാൾ നിൽക്കുകയില്ല. വേറെ ചിലർ മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ട് വരുന്നവരുണ്ട്. ഭൗതിക നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴില്ലെങ്കിലും മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ചർച്ചിൽ ജോലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പോകുന്നവരുണ്ടായിരുന്നു. ജോലിക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ചോദിക്കും, ഞങ്ങളോട് ചർച്ചിൽ വരാമോ, എന്നാ ജോലി വാങ്ങിച്ചു തരാമോ. അങ്ങനെയൊക്കെ ഉള്ള കൂട്ടായ്മ ഒന്നും നിലനിൽക്കുന്ന കൂട്ടായ്മയല്ല. യേശുക്രിസ്തുവിലൂടെ ഉള്ളതായ ദൈവസ്നേഹം മനസ്സിലാക്കി അങ്ങനെ അതിന്റെ ബേസിസ് ആയിട്ടുള്ളതായ സ്പിരിച്വൽ കൂട്ടായ്മകൾ മാത്രമേ, ഫെലോഷിപ്പ് മാത്രമേ നിലനിൽക്കുന്ന ഫെലോഷിപ്പായിട്ട് തീരുകയുള്ളൂ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. A church fellowship based on anything other than love for Christ and for one another will not last. Brotherly love എന്ന് പറയുന്ന സഹോദര പ്രീതി അല്ലെങ്കിൽ സഹോദര സ്നേഹം വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന വിഷയമാണ് അത്. ബ്രദർലി ലവ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ പട്ടണത്തിന്റെ പേര് തന്നെ അതാണ്. ഫിലദൽഫിയ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ സഹോദര സ്നേഹം എന്നാണ്. നമുക്കറിയാം, നിലനിൽക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ നിലനിൽക്കുന്ന എല്ലാം മാറിപ്പോയാലും മാറിടാത്ത വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നേഹമാണ് എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് ന്യായപ്രമാണം മുഴുവൻ, മോശ കൊടുത്ത ആ നിയമങ്ങൾ, കൽപ്പനകൾ മുഴുവൻ സംഗ്രഹിച്ച് 2 കൽപ്പനകൾ ഒതുക്കി. അത് ഏതൊക്കെയാണ്? 2 കൽപ്പനകൾ അത് മുഴുവൻ ഒതുങ്ങിയിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കർത്താവ് പറയുകയാണ്, ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം. രണ്ടാമത്തെ, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ന്യായപ്രമാണം മുഴുവനും ഈ 2 കൽപ്പനകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. കൽപ്പനകൾ കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതെല്ലാം ഒന്നിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അയൽക്കാരനെ, സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇത് രണ്ടിലാണ് ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നതെന്നാണ് കർത്താവ് തന്നെ പഠിപ്പിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമേറിയത്. നമ്മൾ പഠിച്ചു വരുന്നതാണല്ലോ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്നുള്ളത്. റോമാലേഖനം 13-ാം അധ്യായം നമ്മൾ ഇനി പലതും റെഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലെ 9-ാമത്തെ വാക്യം, റോമാലേഖനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്,
വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞതിനെ പൗലോസ് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ്. ഈ കൽപ്പനകളെല്ലാം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക, ഇതിലാണ് ന്യായപ്രമാണം മുഴുവൻ കണ്ടന്റായിട്ട് കാണുവാനായി സാധിക്കുന്നത്. ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 12-ാം അധ്യായം നമ്മൾ പഠിച്ചു. അവിടെ പറയുകയാണ്, നിങ്ങൾ സീനായ് മലയുടെ അടുത്തല്ല വന്നിരിക്കുന്നത്, സിയോൻ മലയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, നമുക്കൊരു നഗരമുണ്ട്. നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായതുകൊണ്ട്. അപ്പോൾ ആ ഭാവിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 12-ാം അധ്യായത്തിൽ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 13-ാം അധ്യായത്തിലെ വിഷയം സ്നേഹത്തെ കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നതാണ്. 1 യോഹന്നാൻ പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിൽ പലയിടങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 3:15-16 വാക്യങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ്. യോഹന്നാൻ 3:16 നമുക്കറിയാം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കേണ്ടത്. 1 യോഹന്നാൻ 3:15-16 സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. എത്ര ആഴമേറിയ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. പ്രാണനെ വെച്ചു കൊടുക്കേണ്ട, പകരം മരിക്കുവാൻ തയ്യാറാകുന്ന സഹോദര സ്നേഹം, അതാണ് ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിലെല്ലാം ഈ ദൈവ സ്നേഹത്തെക്കുറിച്ച്, സഹോദര സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, റോമാലേഖനം അവിടെയും ഉപദേശപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ ലൈഫിലെ കാര്യങ്ങൾ ഒടുവിലത്തെ അധ്യായങ്ങൾ 12 അധ്യായങ്ങൾ രേഖപ്പെടുത്തുകയാണ്. 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. റോമർ 12:10 സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, ദൈവമക്കളെ സ്നേഹിക്കുന്നതിൽ കോമ്പറ്റീഷൻ പോലെ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞാൽ മുന്നിട്ട് കൊള്ളുകയും, തമ്മിൽ സ്ഥായി കൊണ്ട് മുന്നിട്ട് കൊള്ളുകയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4:9-10 വായിച്ചോട്ടെ. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതാണ്. എന്താണ്? അങ്ങനെ സ്നേഹിക്കുകയാണ്. മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെ അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരയണം, അതിൽ അധികമായി വർദ്ധിച്ചു വരയണം. സഹോദര പ്രീതിയിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ അത് അധികമായി വർദ്ധിച്ചു വരയണം. അത് കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞു പോകരുത്. സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആ സ്നേഹം കുറയുവാൻ പാടില്ല. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. 1 പത്രോസ് 1:22 ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പീൻ. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലും നമുക്ക് അതാണ് കാണുവാൻ കഴിയുന്നത്. അവിടെ പല കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട്. വിശ്വാസത്തോട് വീര്യം എന്നെല്ലാം പറയുകയാണ്. ഭക്തിയോട്
സഹോദര പ്രീതി ചേർത്തോളണം. അപ്പോൾ ഇത് നമുക്ക് വർദ്ധിച്ചു വരയണം. സഹോദര പ്രീതി വർദ്ധിച്ചു വരയണം. അന്യോന്യം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വലിയ കടപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു ഇംഗ്ലീഷിലെ ഒരു വളരെ അനുഗ്രഹീതമായ ബുക്കിൽ ഒരു ദൈവദാസന്റെ അനുഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവദാസനെ കുറിച്ച് പറയുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ആ ചർച്ചിന്റെ പാസ്റ്റർ പ്രസംഗിക്കാൻ ചില ആഴ്ചകൾ തുടരെയായി പ്രസംഗിച്ച ഒരു വിഷയം സ്വർഗത്തിൽ ചെന്നാൽ അന്യോന്യം തിരിച്ചറിയുമോ എന്നുള്ളതാണ്. അദ്ദേഹം വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങളെല്ലാം ഉദ്ധരിച്ച് വളരെ മനോഹരമായി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും തിരിച്ചറിയും എന്ന് മനോഹരമായി പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിന് ഒരു ലെറ്റർ കിട്ടി. പാസ്റ്റർ, സ്വർഗത്തിൽ ചെന്നാൽ അന്യോന്യം തിരിച്ചറിയുമോ എന്നുള്ള പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഭൂമിയിൽ അന്യോന്യം തിരിച്ചറിയാൻ കഴിയുമോ എന്നൊന്ന് പ്രസംഗിച്ചാൽ കൊള്ളായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. എന്നിട്ട് അത് എഴുതിയിരിക്കുകയാണ്, ഞാൻ 12 മാസമായി നിങ്ങളുടെ ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരൊറ്റ കുഞ്ഞു പോലും നീ എവിടുന്നാ വന്നത്, ഇതിന്റെ പേരെന്താന്ന് ആരും ചോദിച്ചില്ല, എന്നെ അറിയാവുന്നവരാരും നിങ്ങളുടെ ചർച്ചിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അടുത്ത താമസിയാതെ നീ ഒരു പ്രസംഗം പ്രസംഗിക്കണം, ഭൂമിയിൽ അന്യോന്യം നാം തിരിച്ചറിയുമോ എന്നുള്ളത്. അത്രയുമില്ലെങ്കിലും നമുക്ക് സഹോദര സ്നേഹം എത്രയുണ്ടെന്നൊന്ന് നമ്മളതിനെ തിരിഞ്ഞു നോക്കിയാൽ കൊള്ളായിരുന്നു. എനിക്ക് അറിയാവുന്ന വാക്യമെല്ലാം തന്നെ ഞാനിവിടെ വായിച്ച എന്തിനാണെന്നറിയാം, നമുക്ക് അത് കുറവാണ്, വർദ്ധിക്കണം. സഹോദര പ്രീതി വർദ്ധിക്കണം. ഇബ്രാഹിം 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും വിശ്വാസവീരന്മാരെ കുറിച്ചൊക്കെ വളരെ ശക്തമായ കാര്യം എഴുതിയിട്ട് 11-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇനി വേദിപ്പാൻ എനിക്ക് സമയം പോരാ എന്ന് പറഞ്ഞ ലേഖനകാരൻ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. സഹോദര പ്രീതിയിൽ വർദ്ധിച്ചു വരുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ അടുത്തായിട്ട് പറയുന്നത് അതിഥി സൽക്കാരം എന്നുള്ളതാണ്, ഹോസ്പിറ്റാലിറ്റി. പലർക്ക് അത് വലിയ ആശയമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ അതിഥി സൽക്കാരം ചെയ്യണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടും ഞെരുക്കവും അരി വാങ്ങിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന അനുഭവങ്ങളൊക്കെ മിക്കവർക്കും ഒരു സമയത്ത് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മറ്റു ജോലിയൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എവിടെയും പോയി കഴിക്കുക, ആരെങ്കിലും കഴിക്കാനൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ കാര്യമായി ചിന്തിക്കാറുണ്ട്. എന്നാൽ ആത്മീയ കൂട്ടായ്മയിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ്. ഏർലി ചർച്ചില് നാം മുമ്പേ ഓർത്ത പോലെ ആദ്യ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിഴുതി കാലത്തെ ചർച്ചിൽ അവർക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ ദൈവമക്കൾക്ക് പെർസിക്യൂഷൻ നിമിത്തം വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. ആഹാരമില്ലാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. അവരെ വീടുകളിൽ ചേർത്ത് ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രീതി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. തന്നെയുമല്ല മിനിസ്റ്റേഴ്സ്, ട്രാവലിംഗ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. യാത്ര ചെയ്ത് പോകുമ്പോൾ അവർക്ക് അവിടെ അന്നുള്ള വഴിയമ്പലങ്ങളിൽ ഇന്നുകളിലൊക്കെ താമസിക്കാനായിട്ട് അവരതിന് കേപ്പബിൾ അല്ലായിരുന്നു. അവരുടെ ഫിനാൻസ് അത്ര നല്ലതല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ചർച്ചുകളൊക്കെ പറയുന്നത് വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ തന്നെ അവർക്ക് ആതിഥ്യം അരുളുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രീതി അന്നുണ്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പാസ്റ്റേഴ്സിന് അധ്യക്ഷന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസിന്റെ ലേഖനം അധ്യക്ഷന്റെ യോഗ്യതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിഥി സൽക്കാരം ആചരിക്കുന്ന ആളായിരിക്കണം അധ്യക്ഷൻ എന്ന്. അതുകൊണ്ട് ആരെങ്കിലും പാസ്റ്റർ ആകാനായിട്ട് താല്പര്യപ്പെടുന്നവരില് മറ്റുള്ളവരെ വിളിച്ച് സൽക്കരിക്കണമെന്നർത്ഥം, അതിഥി സൽക്കാരം ചെയ്യണമെന്ന്. അപ്പൊ പാസ്റ്റർ അല്ലാത്തതുകൊണ്ട് പാസ്റ്റർ ആകുന്നുമില്ല എന്നുകൊണ്ട് ഒഴിഞ്ഞിരിക്കാമെന്ന് ആരും വിചാരിക്കരുത്. റോമർ 12:13 പാസ്റ്റർമാർക്കുള്ളതല്ല, വിശ്വാസികൾക്കുള്ളതാണ്. അതൊന്ന് വായിച്ചാട്ടെ. റോമർ 12:13. റോമാലയത്തിലെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഒത്തിരി റെഫർ ചെയ്തു. പ്രാർത്ഥനയിൽ ഒത്തിരിക്കുകയും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. അപ്പോൾ അത് ആവശ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പം ഇന്ന് നമുക്ക് ആരെങ്കിലും ഒന്നും തരാതിരുന്നത് നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം
5-6 വീട്ടിൽ കയറുമ്പോൾ അവിടെ നിന്നെല്ലാം ചായയും കുടിച്ച് നാട്ടിലാണെന്ന രീതി വേറെ രീതിയിലാണ്. ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കും അതുപോലെ ഇന്ന് വണ്ണം കുറയ്ക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ചെന്ന് പിന്നെയും കഴിക്കുന്ന പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. എന്നാലും ഒരു ദൈവപൈതലിന്റെ കടമയാണ്. എന്നാൽ വ്യസനം ദാഹിച്ചും വരുന്നവരെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് അതിസൽക്കാരം നടത്തുവാൻ നാം കടപ്പെട്ടവരാണ്. അപ്പോൾ ഇത് ദൈവദിനത്തിന്റെ പ്രമാണമാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അപ്പോൾ ആ വാക്യങ്ങൾ നാം ഓർത്തിരിക്കുകയാണ്. അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പ്രസ്താവിക്കുന്നത്. ഇത് അബ്രഹാമിനെ കുറിച്ച് പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നു. അബ്രഹാം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് വരുന്നത് കണ്ടത്. അവരെ താന് പോയി അവരെ നന്നായി ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ ഫലമായി വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അബ്രഹാം മാത്രമല്ല അങ്ങനെ ദൂതന്മാരാണെന്ന് അറിയാതെ അതിഥികളെ ശുശ്രൂഷിച്ചത്. ഗിദെയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഗിദെയോൻ തന്നോട് വചനം അറിയിക്കാൻ വന്ന ദൂതനെ ശുശ്രൂഷിച്ച കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ സിംസോന്റെ പിതാവായ മാനോഹ ദൂതന്മാരെ ശുശ്രൂഷിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ലോകത്ത് തന്റെ വീട്ടിൽ വന്ന സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് വിചാരിച്ചാണ് ആളുകളെ സ്വതോമിൽ സ്വീകരിച്ചത്. പക്ഷെ അത് ദൈവത്തിന്റെ ദൂതന്മാരായിരുന്നു. അറിയാതെ ദൂതന്മാരെന്ന് പറയുമ്പോൾ അതിന്റെ ശരിയായ ഭാഷയിൽ ദൂതന്മാരെന്നുള്ളതിന് മെസ്സഞ്ചർ എന്നും അർത്ഥമുണ്ട്. നാം അറിയാതെ പലരെ വീട്ടിൽ കയറ്റി ശുശ്രൂഷിക്കുമ്പോൾ നമ്മോടുള്ളതായ ദൂത് അവരിൽ നിന്ന് കേൾക്കുവാൻ മെസ്സഞ്ചേഴ്സായി മാറിയ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിഥി സൽക്കാരം ആചരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീരുന്നതാണ് അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചതിന്റെ ഫലമായി. വേറെ ഇനി അടുത്ത വിഷയം നമ്മൾ വായിക്കുമ്പോൾ ഇബ്രാഹിം 13-ാം അധ്യായമാണ് നമ്മുടെ വിഷയം. അവിടെ പ്രാക്ടിക്കൽ ലൈഫിൽ ധാർമ്മിക ജീവിത ഉപദേശങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുന്നു എന്ന്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. മൂന്നാമതായി അടുത്ത പറയുന്നത് നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. കൺസേൺ, മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ ഉള്ളവരായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയുള്ള സ്റ്റാൻഡേർഡ് അല്ല ജീവിതത്തിൽ കീപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, ചിലർക്ക് കൊച്ചു കാര്യങ്ങൾ മതി പെട്ടെന്ന് അപ്സെറ്റ് ആകുവാനായി, ക്ഷീണിക്കുവാനായി, കരയുവാനൊക്കെ ഇടയായി തീരും. ചിലർക്ക് എന്തോ വന്നാലും ബോംബ് പൊട്ടിയാലും അനക്കമില്ലാതിരിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ജോലിയിൽ ആരെങ്കിലും ഉറക്കെ സംസാരിച്ചാൽ കരയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചതിന് കരഞ്ഞ സഹോദരന്മാരെ കാണുമായിരിക്കും. അപ്പോൾ ഈ ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരെ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ കരയുകയോ അപ്സെറ്റ് ആകുകയോ കൊച്ചു കാര്യങ്ങൾ പോലും ഇതൊക്കെ എന്തിനാ സാക്ഷ്യം പറയുന്നതെന്ന് നമുക്ക് തോന്നാം. എന്നാൽ വിവിധ രീതിയിലുള്ളവരായതുകൊണ്ട് അവർക്ക് അങ്ങനെയുള്ള ഫീലിംഗ് ആണുള്ളത്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നാം മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കുകയാണ്. നമ്മുടെ ഷൂസിൽ അവരാണെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മെ പോലെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലേഖനങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ബലഹീനരെ താങ്ങുവേൻ. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിരിക്കും, എന്നാൽ മറ്റൊരു വിശ്വാസി ബലഹീനനായിരിക്കും. പക്ഷെ ആ ബലഹീനനെ താങ്ങേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട കടമ നമുക്കുണ്ട്, ഉത്തരവാദിത്തം നമുക്കുണ്ട്. കൺസേൺ ഉള്ളവരായിരിക്കണം. അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ തന്നെ സുവിശേഷ നിമിത്തം ജയിലാക്കപ്പെട്ടവര്, ഉപദ്രവമേൽക്കപ്പെട്ടവരെ കുറിച്ചൊക്കെ നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും അവര് ബുദ്ധികേട് കാണിച്ചുകൊണ്ട് അവരെന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്ക് ചിന്ത വന്നേക്കും. എങ്കിലും നാം ഓർത്തിരിക്കേണ്ടത് നമ്മെ പോലെ ദൈവമക്കളാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. ഒരു ദുഃഖം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ മറ്റൊരു വിശ്വാസിയെ ഒരിക്കലും ഹത്യ ചെയ്യുന്ന ചിന്തകൾ പോലും വരാൻ പാടില്ല. ഏത് രീതിയിൽ സഹായിക്കാമോ, ഏത് രീതിയിൽ എൻകറേജ് ചെയ്യാമോ അതുപോലെ എൻകറേജ് ചെയ്യേണ്ടതാണ് നമ്മുടെ കടമ. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച്
കൺസേൺ ഉള്ളവരായിരിക്കണം. അന്നത്തെ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു. തടവുകാർ എന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്ത് കൊള്ളുകയും എന്ന് പറഞ്ഞാൽ തടവുകാരനോട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കുള്ളതെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരോട് ചേർന്നുള്ള ഒരു രീതിയാണ് നമുക്കുള്ളതെങ്കിൽ അന്നത്തെ കാലത്ത് അവരും ജയിലിൽ അടയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവർക്കും പണിഷ്മെന്റ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതിന് നടുവിലും അവരെ പോലെ ആയിത്തീരുവാൻ, അവരോട് സഹകരിക്കുവാൻ, അവരെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കുവാനായി പ്രബോധിപ്പിക്കുന്നതാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നതുകൊണ്ട് സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, മറ്റുള്ളവരോട് സഹതാപം തോന്നുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ആവശ്യമാണ്. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന രീതികളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് കൈത്താങ്ങിൽ കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരോടുകൂടെ സഹകരിക്കുകയും ചെയ്യുവാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നതാണ്. ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലവ്, ക്രിസ്തീയ സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ടത് ആദ്യം ഭവനത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ക്രിസ്തീയ മാര്യേജിനോടുകൂടിയാണ്, ക്രിസ്തീയ വിവാഹത്തോടുകൂടിയാണ്. വിശ്വസ്തത, വിശുദ്ധി, ലോയൽറ്റി ആൻഡ് പ്യൂരിറ്റി അതൊരു കുടുംബജീവിതത്തിന്റെ അടിവാരമാണ്, അടിസ്ഥാനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ശരിയായ ക്രിസ്തീയ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതാണ് ദൈവം നമ്മെ കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുകയാണ് ദുർനടപ്പ്, വ്യഭിചാരം, 2 പദങ്ങൾ കാണുന്നുണ്ട്. ഫോർണിക്കേഷൻ ആൻഡ് അഡൾട്ടറി. വേദപണ്ഡിതന്മാര് മിക്കവാറും അതിനെ വ്യാഖ്യാനിക്കുന്നത് ഫോർണിക്കേഷൻ എന്ന് പറയുന്നത് അവിവാഹിതരായ ആളുകൾ ചെയ്യുന്ന സെക്ഷൽ സിന്നിനെ കുറിച്ചാണ്, ലൈംഗിക പാപത്തെ കുറിച്ചാണ് പൊതുവായി. എന്നാൽ പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ഫോർണിക്കേഷൻ, ദുർനടപ്പ് എന്നുള്ളത് പല രീതിയിലുള്ള വിവിധമാകുന്ന പാപങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അഡൽട്ടറി എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന് വെളിയിൽ കുടുംബമായി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന സെക്ഷൽ സിന്നിനെ ഉദ്ദേശിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ് ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ന്യായം വിധിക്കും. കുടുംബജീവിതം അല്ലെങ്കിൽ മാരേജ് ലൈഫ്, വിവാഹം അത് മാന്യമേറിയതാണ്. പഴയ നിയമത്തിലെ വിശുദ്ധരായി എണ്ണപ്പെട്ടിരുന്ന ദൈവം വിളിച്ചു വേർതിരിച്ചവരായിരുന്ന മഹാപുരോഹിതന്മാര് വിവാഹിതരായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അധ്യക്ഷന്മാര്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ, അവരുടെ പദവികളെ കുറിച്ച് പറയുമ്പോൾ അവർ വിവാഹിതരായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോട് കൂടെ നടന്ന, മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്ക് വിവാഹിതനായിരുന്നു, കുടുംബജീവിതം നയിക്കുന്ന ആളായിരുന്നു. ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് അത് ഒരുപാട് കേട്ടിട്ടുള്ള ഇന്ത്യക്കാരായവരുടെ മനസ്സിലൊക്കെ കുടുംബജീവിതം ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി ചിന്തിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. കുടുംബമായി തന്നെ വിശുദ്ധരായി ദൈവമക്കളായി പരമാർത്ഥികളായി ജീവിക്കാൻ കഴിയുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഇത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. വിവാഹം മാന്യമാണ്, അത് യോഗ്യമായതാണ്, അത് വിശുദ്ധമായതാണ്. എന്നാൽ വിവാഹത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും എല്ലാ സെക്ഷലായിട്ടുള്ളതായ പ്രവൃത്തികളും പാപമാണ്. ദൈവം അതിനെ വിധിക്കുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തിന് അവന്റെ ശരീരത്തിൽ തന്നെ യോഗ്യമായി ഇത് പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം ശരീരത്തിൽ തന്നെ ഈ സെക്ഷലായുള്ള സിന്നിനെ ദൈവം വിധിക്കുന്ന ദൈവമാണ്. എന്നാൽ അതുപോലെ തന്നെ ന്യായവിധി ദിവസത്തിലും അതിന് ശിക്ഷ ഉണ്ടാകും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം അധ്യായം പഠിക്കുമ്പോൾ 21-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 8, അവിടെ പറയുകയാണ്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ,
ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അപ്പോൾ പാപം ചെയ്യുന്ന ദുർനടപ്പുകാരും വ്യഭിചാരികളും എല്ലാം തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലായിരിക്കും വീഴുന്നത്. 22-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും മോഷ്കൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്ത് തന്നെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. ദൈവം ന്യായം വിധിക്കും. അതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. നാം പഠിച്ച ഭാഗങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ബാക്കി 5-6 വാക്യങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ സിവിലൈസേഷനിൽ ജീവിക്കുന്ന നാം മീഡിയയിലൂടെ, ന്യൂസിലൂടെ, അല്ലെങ്കിൽ ടോക്ക് ഷോയിലൂടെ, ഇന്ന് ടിവിയിലൂടെ കാണുന്ന കാര്യങ്ങളെല്ലാം പാപത്തിന്റെ വലിയ പരേഡുകളാണ്. ഇത് നാം കുറച്ചുനാൾ കണ്ടു കഴിയുമ്പോൾ, എനിക്കറിയാം ഇവിടെ ഈ പട്ടണത്തിൽ നമുക്കെല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന എന്റെ ഒരു സ്നേഹിതൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ 80-ൽ വന്നപ്പോൾ അദ്ദേഹം ടി വി ഒക്കെ, നാട്ടിൽ അന്ന് ടി വി ഇല്ലല്ലോ, ടി വി ഒക്കെ ഓൺ ചെയ്ത് കഴിച്ചപ്പോഴേ പറഞ്ഞു, എന്റെ ചെറിയാഴ്ച ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റിയതല്ല. പുള്ളി ബന്ധുക്കോസുകാരനൊന്നും അല്ല, പുള്ളി ഇപ്പൊ നിത്യതയിലായി കഴിഞ്ഞു, ലോകത്തിൽ നിന്ന് കടന്നുപോയി. അതുകൊണ്ട് നമുക്ക് തലമുറകളൊക്കെ ഉണ്ടായാൽ ഇതൊക്കെ കണ്ടോണ്ടല്ലേ ജീവിക്കേണ്ടത്. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇതൊന്നും വലിയ പാപമല്ല എന്ന് തോന്നുവാനൊക്കെ ഒന്ന് ഇടയായി തീർന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ചുനാൾ കണ്ടും കേട്ടും കഴിയുമ്പോൾ ഇതൊന്നും ഒരു വലിയ കുറ്റമല്ല, തെറ്റല്ല എന്നുള്ള ഫീലിംഗ് ആണ് നമുക്ക്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, വേർപാട്, നാട്ടിൽ ഈ വേർപാടിന്റെ ഉപദേശമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇവിടെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സൈമൺ സാർ പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങളൊരു പൊതുസ്ഥലത്ത് ചെന്ന് നിന്നുകൊണ്ട് വേർപാട് 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 എന്നൊരു 10 പ്രാവശ്യം പറയണം, വേറെ ഒന്നും പറയണ്ട. അപ്പോൾ ഇത് ഉള്ളിലേക്ക് വന്നിട്ട് തന്നെത്താൻ മാനസികമായ അല്ലെങ്കിൽ മെന്റലി ഈ വേർപാടിനെ കുറിച്ചൊരു കുറച്ചു നേരം കേട്ട് കഴിയുമ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയും ഒരു താല്പര്യമൊക്കെ വരുവാനൊക്കെ ഇടയായി തീരും. ഇന്ന് കമ്മ്യൂണിസം ഒക്കെ തകർന്നിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസം ഒക്കെ വർദ്ധിക്കാനുള്ള കാരണം നിങ്ങൾ പലരും കേട്ട് കാണും. എന്റെ ചെറുപ്പകാലത്ത് റേഡിയോ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ലക്ഷറി തിങ് ആയിരുന്നു. റേഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആകാശവാണി തിരുവനന്തപുരം കേൾക്കുന്നതിനേക്കാൾ ചുവ കേൾക്കാം റേഡിയോ മോസ്കോ. റേഡിയോ മോസ്കോയിലൂടെ മലയാളമാണ് വരുന്നത്. മലയാളത്തിൽ കേൾക്കുന്ന ആ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. എപ്പോഴും എന്റെ ചെവിയിൽ അത് മുഴങ്ങുന്നുണ്ട്. അവര് പറയുന്നറിയാം, കമ്മ്യൂണിസം നല്ലതാണ്, കമ്മ്യൂണിസം നല്ലതാണ്. എന്തിനാ പറയുന്നറിയാമോ? ഇതൊരു 10 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ കമ്മ്യൂണിസത്തോട് ഒരു ആഗ്രഹം തോന്നും. ഞാനീ പറഞ്ഞു തന്നെ ചുരുക്കം എന്താണെന്ന് അറിയാമോ? ഇതൊന്നും കൊള്ളത്തില്ല, ഇതെല്ലാം പാപമാണ്, അഴുക്കാണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും കുറച്ചു നേരം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ, കുറച്ചു നേരം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തനിയെ അതിനോടുള്ള സ്നേഹം വർദ്ധിക്കുവാന്നൊക്കെ ഇടയായി തീരും. പരേഡ് ഓഫ് സിൻസ്, പരേഡ് ഓഫ് സെക്ഷൽ സെൻസ്, ധാർമ്മികമായി നശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ, ഈ പാപം ചെയ്തില്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഈ പാപം ചെയ്തില്ലെങ്കിൽ അവര് കഴിവില്ലാത്തവരാണെന്നുള്ള രീതിയിലാണ് കൂട്ടുകാരിൽ നിന്ന് അവർക്ക് പ്രേരണ വരുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ നാം ഓർത്തിരിക്കേണ്ടത്, ഇതെല്ലാം കാണുന്ന, ഇതിനെല്ലാം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നാം ചിന്തിച്ച ഭാഗം ഓർത്തിരിക്കുക. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ കുറിച്ച് കൺസേൺ ഉള്ളവരായിരിക്കണം. കുടുംബജീവിതത്തിലാണ് ദൈവസ്നേഹം ആദ്യമായി പ്രകടിപ്പിക്കപ്പെടേണ്ടത്. വിശ്വാസം പ്രകടിപ്പിക്കപ്പെടേണ്ടത് ഫാമിലിയിലാണ്. ദൈവം മാന്യമായി വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. അതിന് വെളിയിലുള്ള ഒരു ബന്ധവും, അതിന് വെളിയിലുള്ള ഏത് ഭാഗത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അമേരിക്ക മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ അത് പാപമല്ല എന്ന് പറഞ്ഞാലും വേദപുസ്തകം പാപമാണെന്ന് പറയുന്നു. പാപം തന്നെയാണ്, അതിനൊരു അയവുമില്ല, അതിനൊരു മാറ്റവുമില്ല. വിശുദ്ധരായി നിഷ്കളങ്കങ്ങളായി ജീവിക്കുവാൻ, നിഷ്കളങ്ക മക്കളായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.